ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഉണ്ടായ ഈ വിവാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഇവിടെ വർഗീയത കളിച്ചത് ആരാണ്? വർഗീയമായ നിലപാടെടുത്തത് ആരാണ്? ഇത് രാജ്യത്തെ ഒരു സ്കൂളാണ്. ഈ രാജ്യത്തിന്റെ പൊതുവായൊരു നിയമമുണ്ട്. ആ നിയമത്തിനെ പാലിക്കാൻ എല്ലാവരുടെയും ബാധ്യതയാണ്. ഇത് ഒരു മതവിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണെങ്കിലും ഈ രാജ്യത്തെ സ്കൂളുകൾക്ക് സർക്കാർ നിശ്ചയിക്കപ്പെട്ട ചില വ്യവസ്ഥകളുണ്ട്. അതിന് അംഗീകാരം കൊടുക്കുന്ന സമയത്ത് തന്നെ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഇവിടെ നൽകുന്ന അടിസ്ഥാനപരമായ അവകാശത്തെ നിഷേധിക്കാൻ ഇവിടുത്തെ ഒരു സ്കൂളിനോ, ഏതെങ്കിലും സഭ നടത്തുന്ന സ്കൂളിനോ, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടന നടത്തുന്ന സ്കൂളിനോ, അല്ലെ ഹൈന്ദവ സംഘടന നടത്തുന്ന സ്കൂളിനോ അധികാരമില്ല, അവകാശമില്ല. ഈ രാജ്യത്തെ നിയമം ഇവിടെ പാലിക്കണം. ആ നിയമം പാലിക്കപ്പെടേണ്ട ഭരണഘടനാപരമായ അവകാശമാണ്. അത് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിൽ ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ഭരണകർത്താവിന് തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിലപാടെടുക്കാനേ ഒരു ഭരണാധികാരിക്ക് കഴിയുള്ളൂ. കാരണം ഭരണഘടനാപരമായി നടക്കുന്ന സ്ഥാപനങ്ങളാണിത്. നമ്മുടെ അടിസ്ഥാനപരമായത് ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ താല്പര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായിക്കൊണ്ടൊരു സ്ഥാപനം ഇവിടെ നടത്താൻ കഴിയില്ല, നടത്താൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. അപ്പൊ ഈ സ്ഥാപനം സെന്റ് റീത്ത സ്കൂൾ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ കഴിഞ്ഞ കാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇതുപോലെയുള്ള വർഗീയപരമായ നിലപാടുകൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. ഈ സ്ഥാപനം 2008 വേദ പഠനത്തിന്റെ ഭാഗമായിക്കൊണ്ട് 2008 കുരിശ് വരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇതേ സ്ഥാപനത്തില് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും മേലിൽ അത് ഉണ്ടാകാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഭരണകൂടത്തിന്റെ നിയമത്തെയും വ്യവസ്ഥയും ഇവിടെ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ മുസ്ലിം സംഘടനകളൊക്കെ ഇനി അവിടെ വരുന്ന മുസ്ലിം സംഘടനയുടെ കീഴിലുള്ള കമ്മിറ്റികൾ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ വരുന്ന ക്രിസ്തീയ സഹോദരങ്ങൾ, അവര് അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങൾ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇപ്പോൾ ഈ സ്ഥാപനത്തിന് ഒരു യൂണിഫോം ഉണ്ടല്ലോ. ആ യൂണിഫോം ധരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാണല്ലോ അവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ ഓരോരുത്തരും അത് സമ്മതിച്ചുകൊണ്ടാണല്ലോ അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അത് പാലിച്ച് വന്നിരുന്ന കുട്ടിയാണല്ലോ ഈ കുട്ടി. അതിനുശേഷമാണല്ലോ 4 മാസത്തിനിപ്പുറം ഇങ്ങനെ ശിരോവസ്ത്രം ധരിച്ചു വരാൻ തുടങ്ങിയതും അത് ഇഷ്യൂ ആകുന്നതും അതിനുശേഷമാണല്ലോ. ഏതൊരു സ്ഥാപനത്തിനും ഒരു യൂണിഫോം കോഡ് ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നത് തന്നെയല്ലേ 2018 മുഷ്താഖിന്റെ വിധിയിലും സൂചിപ്പിക്കുന്നത്. വ്യക്തിപരമായ അവകാശങ്ങൾ ഒരു ന്യൂനപക്ഷ സ്ഥാപനത്തിന്റെ അവകാശത്തിന് മുകളിലല്ല എന്ന കാര്യമല്ലേ, പൊതുവായിട്ടുള്ള ആ അവകാശത്തിന് മുകളിലല്ല എന്നുള്ള കാര്യമല്ലേ അന്നത്തെ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തന്നെയല്ലേ നമ്മളുടെ ഇപ്പോഴത്തെ ലോ ഓഫ് ലാൻഡ്? ഭരണഘടനാപരമായ വിരുദ്ധമായ ഒരു നീക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഭരണഘടനാ വിരുദ്ധമായ നീക്കമാണ്. അതിന് ഒരു വിജയം വരില്ല. പരാമർശിക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ഈ സ്ഥാപനം, ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയെങ്കിൽ 2008 ഈ വേദപഠന ക്ലാസ്സിൽ 2008 വേദപഠന ക്ലാസ്സുമായി ബന്ധപ്പെട്ടല്ലോ നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം നിൽക്കുന്നത്. അത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ശ്രീ മുസ്തഫ മുണ്ടുപാറ? ഇവിടെ ഈ കുട്ടി യൂണിഫോം ധരിച്ചു വന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. ഇവിടെ യൂണിഫോം ധരിച്ചു വന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. സ്ഥാപനമാണ് ഇത്. 2008 കാര്യം അവിടെ നിൽക്കട്ടെ. 2008 എന്തെങ്കിലും സംഭവിച്ചു എന്നതിന് ബോധപൂർവമായി ഇപ്പോൾ ഉണ്ടാക്കിവിടുന്ന പ്രശ്നമാണോ ഇത്? 2008 സംഭവിച്ചതിന് ബോധപൂർവമായി ഉണ്ടാക്കിവിടുന്ന പ്രശ്നമാണോ ഇത്? അല്ലെങ്കിൽ ഈ സ്കൂൾ ഇങ്ങനെയാണ് എന്നത് കണ്ട് ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമമാണോ അപ്പോൾ അവിടെ നടന്നത്? ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് 2008 കഴിഞ്ഞു പോയ കാര്യമാണ്. മന്ത്രി ചെയ്തത് ഏറ്റവും ധീരമായ നടപടിയാണ്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, മന്ത്രി എന്തിനാണ് യൂണിഫോം വേണ്ടെന്ന് പറയുന്നത്? നമ്മുടെ മന്ത്രിക്ക് NCC കേഡറ്റുകളെ പോലും മതപരമായ ഇതിട്ടുകൊണ്ട് ചേർക്കാതെ പറയാത്ത എന്തുകൊണ്ടാ? ഇവിടുത്തെ പോലീസ് എന്തുകൊണ്ടാ യൂണിഫോം വേണമെന്ന് പറയാത്തത്? ഇവിടുത്തെ മിലിറ്ററി ചേർന്നവർക്ക് യൂണിഫോം വേണ്ടെന്ന് പറയാത്തത്? അവിടെ പറയാൻ ശബരിമല സീസണിൽ നിങ്ങളെ സ്ഥാപനത്തിലേക്ക് ഒരു കറുത്ത തുണി കൊടുത്ത ഒരു കുട്ടി വന്നാൽ നിങ്ങൾ ഒഴിവാക്കുവോ? പുറത്താക്കുവോ? എന്തോ ശബരിമല സീസണിൽ NCC കേഡറ്റുകൾക്ക് യൂണിഫോം വേണ്ടെന്ന് ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് കേൾക്കാമെങ്കിൽ നോക്കൂ. ഇതിപ്പോൾ ചന്ദനക്കുറി ഇട്ട് വന്നാൽ സമ്മതിക്കുമോ? അയ്യപ്പന്റെ
അയ്യപ്പനടുത്ത് പോകാൻ വ്രതമെടുത്ത വേഷത്തിൽ വന്നാൽ സമ്മതിക്കുമോ? അങ്ങനെ വർഗീയമായി അല്ലല്ലോ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. ആ സ്കൂളിനൊരു ചട്ടമുണ്ടെങ്കിൽ അത് പാലിക്കാൻ ഏത് മതസ്ഥരായാലും സന്നദ്ധമാകണം, സന്നദ്ധമായേ പറ്റൂ. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമേ ആ സ്ഥാപനത്തിൽ പ്രവേശനമുള്ളൂ എന്നിരിക്കെ അത് ഏത് മതസ്ഥരായാലും, അത് ഹിന്ദു മതത്തിൽ നിന്നുള്ളവരായാലും മറ്റേതെങ്കിലും മതത്തിൽ നിന്നുള്ളവരായാലും ഇസ്ലാം മതത്തിൽ നിന്നുള്ളവരായാലും അത് പാലിക്കണമെന്നാണ് അവിടുത്തെ ചട്ടം. അങ്ങനെയാണെങ്കിൽ ചന്ദനക്കുറി ഇടാമോ, കയ്യിൽ നൂല് കെട്ടാമോ, കറുത്ത വസ്ത്രം ഇടാമോ എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ആരായാലും അവിടുത്തെ റൂൾസ് പാലിച്ചേ പറ്റുള്ളൂ. അതാണ് ആ സ്കൂൾ മാനേജ്മെന്റ് ആവർത്തിച്ച് പറയുന്നത്. അതിന് ഭരണഘടന അവർക്ക് അവകാശം നൽകുന്നുണ്ട്. അത് ഹൈക്കോടതി ഒന്നുകൂടി 2018 ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. അതിന് മേൽ വേറൊരു കോടതി വിധി ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നിരിക്കെ ഇങ്ങനെ വാശി പിടിക്കേണ്ടുന്ന, ആ സ്കൂളിന്റെ ചരിത്രവും പാരമ്പര്യവും ചൂണ്ടിക്കാണിച്ച് അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞ് ബോധപൂർവം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടുന്ന കാര്യമുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ശ്രീ മുസ്തഫ കേൾക്കാമോ? അദ്ദേഹത്തിലേക്ക് ഞാൻ തിരിച്ചെത്താം. ശ്രീ പി ജോസഫ്, നോക്കൂ, ഇവിടെ നേരത്തെ തന്നെ നമ്മൾ കാലാകാലങ്ങളായി ഓരോ സ്ഥാപനങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രൈസ്തവ സഭകളുമായി ചേർന്നിട്ടാണ് ഉള്ളത്. അവർ കേരളത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഒക്കെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്സംശയം എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരുന്നതാണ്. ഒരു കാലത്തും ഈ വിധത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് നമുക്കറിയില്ല. പക്ഷെ നോക്കൂ, ഇവിടെ സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തിൽ ഈ വിഷയം വളർന്നു പന്തലിക്കുകയാണ്. സർക്കാർ ഇതിൽ സ്കൂളിനൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് സർക്കാരിൻ്റെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണം, സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ സമർപ്പിച്ച ഹർജിയിൽ ഇടപെട്ട കോടതി അത് സ്റ്റേ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നൊരു സാഹചര്യം ഉണ്ട്. അത് വിശദമായി പരിശോധിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു നിയമ പോരാട്ടത്തിലേക്ക് തന്നെ ഇത് പോകുന്നു, അതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്ന ഒരു നിലപാട് ഈ സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിക്കേണ്ടതുണ്ടോ? ഒരു സമവായത്തിന്റെ പാത, ഈ സമൂഹത്തിൽ നല്ലതൊന്നും സമ്മാനിക്കാത്ത ഈ വിഷയത്തിൽ ഒരു സമവായത്തിന്റെ പാത എന്തുകൊണ്ട് മാനേജ്മെന്റ് സ്വീകരിക്കുന്നില്ല? തീർച്ചയായും ആ പറഞ്ഞ കാര്യത്തോട് നമ്മൾ യോജിക്കുന്നു. സമവായത്തിന്റെ പാത ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമവായത്തിന്റെ പാത ഉണ്ടായി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷമല്ലേ വിദ്യാഭ്യാസ മന്ത്രി ഈ പ്രശ്നത്തെ ഇത്രയും വഷളാക്കിയത്? അതിനുശേഷമല്ലേ അപ്പം അവിടുത്തെ ലീഗൽ അഡ്വൈസർ സംസാരിച്ചെന്നോ PTA പ്രസിഡന്റ് സംസാരിച്ചെന്നോ ഒക്കെ പറഞ്ഞ് ഈ വിഷയത്തെ ഇത്രയും വലിയ വിഷയമാക്കി മാറ്റിയത്? അവിടെ വിദ്യാർത്ഥി അവിടെ പഠിപ്പിക്കാമെന്നും അവിടെ വിഷയങ്ങളില്ലെന്നും ഈ വിഷയങ്ങളെ സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായ കാര്യങ്ങൾ മുമ്പോട്ട് പൊക്കോളാമെന്നും ഒക്കെ ഈ പറയുന്ന രക്ഷകർത്താവ് അടക്കമുള്ള ആൾക്കാരോട് ഒന്ന് സംസാരിച്ച് തീർത്തു. അത് കഴിഞ്ഞപ്പോഴേ വിദ്യാഭ്യാസം എന്റെ അധികാരം ഞാൻ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുന്നത് നമുക്കറിയാം. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ എല്ലായ്പ്പോഴും പറയും ക്രൈസ്തവ സമൂഹം ഇവിടെ മുഴുവൻ വിദ്യാഭ്യാസം നടത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ,